അല്ലോ ഇപ്പം നേതൃത്വത്തിന് അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ നേതൃത്വം പറയുന്നത് തെറ്റാണെന്ന് ഞാൻ പറയില്ലല്ലോ. നേതൃത്വത്തിന് അത് തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, അത് തെറ്റാണ്. CPM വടി കിട്ടിയല്ലോ 23-ാം തീയതി അറിയാലോ. ഇതിനേക്കാൾ വലിയ പ്രചണ്ഡ പ്രചരണങ്ങൾ പാലക്കാട് വ്യക്തിപരമായി അനുഭവിച്ച ആളാണ് ഞാൻ. ഇതോടുകൂടി തീർന്നു, UDF തീർന്നു. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഞാൻ ഇന്നലെ അതിൻ്റെ ഒരു വിഷ്വൽ എനിക്ക് ഒരാൾ അയച്ചു തരായിരുന്നു. ഒരു മാധ്യമ സ്ഥാപനം ഒരു പാർട്ടിയുടെ റാലി നടന്നപ്പോൾ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നെഞ്ചെടുപ്പ് കൂടി. അപ്പോൾ വേറൊരു മാധ്യമ സ്ഥാപനത്തിൻ്റെ കമൻ്റാണ് അവസാനിച്ചു, UDF അവസാനിച്ചു എന്നൊക്കെ പറഞ്ഞിടത്തുനിന്ന് ഇപ്പം ഞാനല്ലേ പാലക്കാടിൻ്റെ MLA, അങ്ങനെ പറഞ്ഞിടത്തുനിന്ന് ചാണ്ടി ഉമ്മൻ അല്ലേ പുതുപ്പള്ളിയുടെ MLA, അങ്ങനെ പറഞ്ഞിടത്തുനിന്ന് ഉമാ തോമസ് അല്ലേ തൃക്കാക്കരയുടെ MLA, ഷാഫി പറമ്പിലല്ലേ വടകരയുടെ MP. അപ്പോൾ അതിനകത്തൊന്നും പ്രത്യേകിച്ച് കാര്യങ്ങളില്ല. അല്ല, പാർട്ടിയുടെ അറിവോടെയാണ് പോയതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ ഏതെങ്കിലും നേതാക്കന്മാർ ചുമതലപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോയതെന്ന് ഞാൻ പറഞ്ഞില്ല. അതായത് ഇപ്പം നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന കൺഫ്യൂഷൻ ഉണ്ടല്ലോ, ഏതാണ് അല്ല പറയട്ടെ. പ്രതിപക്ഷ നേതാവ് ഒരു കൺഫ്യൂഷൻ പറഞ്ഞിട്ടില്ല. ഇപ്പം നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഇപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ കുറേ കമൻറ്റുകൾ പറയണം, അപ്പോൾ ഇതങ്ങ് എയറിൽ നിർത്തണം. അപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒന്നിനും എതിരായിട്ടൊരു വാക്ക് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു വാർത്ത കിട്ടില്ല. അങ്ങനെ പറയട്ടെ, അങ്ങനെ ഒരു ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ട് എങ്കിൽ അത് വെറുതായിട്ടുള്ള ആത്മവിശ്വാസം. അല്ല, ഇപ്പം നേതൃത്വം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം കോൺഗ്രസിന്റെ നേതൃത്വം എന്നോട് പറയുകയാണ് എൻ്റെ ഒരു പ്രവൃത്തി തെറ്റാണ് എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. അല്ല, കോൺഗ്രസ് നേതൃത്വം എന്നോട് അത് തെറ്റാണെന്ന് പറഞ്ഞാൽ അവർക്കാണല്ലോ കുറെ കൂടെ. ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ എന്നേക്കാൾ വളരെ പരിണിതപ്രജ്ഞരായിട്ടുള്ള ആളുകളാണല്ലോ ഇതിന്റെ നേതൃത്വം, അല്ലേ? അപ്പോൾ നേതൃത്വം, അപ്പോൾ പാർട്ടി എന്നോട് പറയുകയാണ് ചെയ്ത് തെറ്റാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങോട്ട് പറയുന്നിട്ടല്ല, ഞാനാണ് ശരി എന്നാണ് പറയുന്നത്. പാർട്ടി പറയുന്നതാണ് ശരി. പാർട്ടി പറയുന്നതാണ് ശരി. പാർട്ടി എന്താണോ പറഞ്ഞത് അതാണ് ശരി. അല്ല, പാർട്ടി എന്താണ് പറഞ്ഞത് ഞാൻ കേട്ടില്ല. അത് നേതൃത്വം എന്നോട് ഒഫീഷ്യലി പറഞ്ഞിട്ടില്ല. എന്നോട് പാർട്ടി നേതൃത്വം ഇപ്പം പറയുകയാണ് അത് തെറ്റാണ്. പാർട്ടി നേതൃത്വം അത് തെറ്റാണെന്ന് പറഞ്ഞാൽ തെറ്റാണെന്നേ. അതിനകത്ത് വ്യക്തിപരമായി പിന്നെ ശരി. ഇതിനകത്തൊരു പ്രശ്നം എന്താണെന്നറിയാവോ? ഇതിനകത്തൊരു പ്രശ്നം, ഇപ്പം നിങ്ങളുടെ ഒരു വിഷമം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു സാധനം എൻ്റെ അടുത്തൊന്നും കിട്ടുന്നില്ല. ഇപ്പം നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് പാർട്ടി നേതൃത്വം തെറ്റാണെന്ന് പറഞ്ഞല്ലോ, VD സതീശൻ ശകാരിച്ചു എന്ന് പറഞ്ഞല്ലോ എന്നൊക്കെ പറയുമ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അല്ല സഹോദര, ഞാൻ പറയട്ടെ സഹോദര, അങ്ങ് ആഗ്രഹിക്കുന്ന അങ്ങയുടെ മുഖത്ത് തന്നെ നിരാശയുണ്ട്. ആ ചമ്മലും ചടുപ്പും അങ്ങയുടെ മുഖത്തെ ചിരിയിലുണ്ട്. ഞാൻ പറയട്ടെ അതായത് ഞാൻ അന്നേരം അതിനെതിരായിട്ടൊന്നും ഒരു ഔട്ട്സ്പോക്കൺ ആകണം. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തി ജീവിതത്തിൽ കോൺഗ്രസിന് ഔട്ട്സ്പോക്കൺ ആകാൻ ഉദ്ദേശിക്കുന്നില്ല, കോൺഗ്രസ് ലീഡർഷിപ്പിന് ഔട്ട്സ്പോക്കൺ ആകാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പൂർത്തീകരിക്കട്ടെ. അങ്ങനെ ഔട്ട്സ്പോക്കൺ ആയിട്ടാകാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അപ്പം നേതൃത്വം എന്നെ ശകാരിച്ചു എന്ന് അവർ പറഞ്ഞാൽ എന്നെ ശകാരിച്ചു. നേതൃത്വം അത് തെറ്റാണ് എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. കാരണം പാർട്ടിയാണ് ആത്യന്തികം, പാർട്ടിയാണ് വലുത്, നേതൃത്വമാണ് വലുത്. ആ നേതൃത്വം തെറ്റാണെന്ന് പറഞ്ഞാൽ എൻ്റെ ഭാഗത്തായിരിക്കും തെറ്റ്. അല്ല, അതിന് ഞാൻ വളരെ രാവിലെ വിശദമായി പറഞ്ഞതാണ്. അതായത് ഞാനത് വളരെ വ്യക്തിപരമായി കണ്ടതാണ്. കാരണം വ്യക്തിപരമായി കണ്ടിട്ട് അദ്ദേഹത്തെ മുന്നണിയിലേക്ക് എടുക്കണമെന്നല്ല പറയുന്നത്. അദ്ദേഹത്തോട് മുന്നണിയിൽ ചേരാൻ അദ്ദേഹത്തോട് നമ്മൾ പറയുന്നത് എന്താണ്? അദ്ദേഹം ചെയ്ത തെറ്റുകളാണ് അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങളുടെ ട്രാക്ക് ശരിയല്ല. നിങ്ങൾ അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു നോക്കൂ. നിങ്ങൾ വൈകാരികമായിട്ടാണ് ഈ വിഷയത്തെ പ്രതികരിക്കുന്നത്. നിങ്ങൾ പറഞ്ഞൊരു കോസ് ഉണ്ട്, നിങ്ങൾ പിണറായിസത്തിനെതിരായിട്ട് പറഞ്ഞൊരു കോസ് ഉണ്ട്. ഞാൻ ആ കോസിനോട് ഐക്യപ്പെടുന്ന ആളാണ്. പിണറായിസത്തിനെതിരായിട്ടുള്ളൊരു കോസ്, നമ്മളിപ്പം സംഘിസം എന്ന് പറയുന്ന പോലെ തന്നെ പിണറായിസം, സംഘിസത്തിനെതിരായിട്ട് ആര് സംസാരിച്ചാലും നമ്മളത് ആരാണ് ഏതാണ് എന്ന് പോയി ചെകഞ്ഞു നോക്കിയിട്ടല്ലോ ആദ്യം പറയുന്നത്. അവർ പറയുന്ന ആശയത്തിന് ഒരു പ്രാധാന്യമുണ്ട്. പിന്നാണ് അവരുടെ പറയുന്ന ലക്ഷ്യമൊക്കെ പറയുന്നത്. എന്ന് പറയുന്ന പോലെ പിണറായിസത്തിനെതിരായിട്ട് അദ്ദേഹം സംസാരിക്കുമ്പോൾ പിണറായിസം ഈസ് എ റിയാലിറ്റി. അത് മാധ്യമപ്രവർത്തകരായ നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്, പൊതുപ്രവർത്തകരായ ഞങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്, സാധാരണ മനുഷ്യന്മാർ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. ആ പിണറായിസത്തെ പറ്റി ആര് വോക്കൽ ചെയ്താലും അതിനോട് ഐക്യദാർഢ്യപ്പെടും. ആ ഐക്യദാർഢ്യപ്പെടുന്ന ആളോട് നിങ്ങളുടെ ട്രാക്ക് തെറ്റാണ് എന്ന് പറയുവാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ ഞാൻ അത് പോകുമ്പോഴും എൻ്റെ മനസ്സിൽ എന്താണ് ധാരണ? ശ്രീ PV അൻവറിനോട് പറയുകയാണ്, നിങ്ങൾ പിണറായിസത്തിനെതിരായിട്ട് സംസാരിച്ചിട്ട് നിങ്ങളിപ്പോൾ എടുക്കുന്ന നിലപാടുകൾ അതിവൈകാരികമാണ്. അദ്ദേഹത്തോട് തന്നെ ചോദിച്ചാൽ അതിവൈകാരികമാണ്. ആ അതിവൈകാരികമായ സ്റ്റാൻഡല്ല നിങ്ങൾ എടുക്കേണ്ടത് ഇതിനകത്ത് എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളെപ്പറ്റി പറഞ്ഞു. അപ്പം അത് ഇന്നലെ ഞാൻ നോക്കുമ്പോൾ അത് അദ്ദേഹത്തോട് സംസാരിക്കണം എന്നെനിക്ക് തോന്നി. കാരണം ആ ആശയത്തിനെതിരായിട്ട് സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് തോന്നി അത് ഇന്നെൻ്റെ പാർട്ടി പറയുകയാണ് അത് ചെയ്തത് തെറ്റാണ് എന്നോട് പറയുകയാണെങ്കിൽ പാർട്ടി പറയട്ടെ. അല്ല, പാർട്ടിയുടെ അനുവാദം വ്യക്തിപരമായ ഒരു കാര്യമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞല്ലോ അതായത് അൻവറിനോട് പിന്നെ അൻവർ കുറേ ഉപാധികൾ വെക്കുക, അതിനകത്ത് ഞാൻ മധ്യസ്ഥനാകാം, അല്ലെങ്കിൽ മുന്നണിയിലേക്ക് ഞാൻ എടുക്കാൻ ശ്രമിക്കാം എന്നൊന്നുമല്ലോ പറയുന്നത്. ഞാൻ പറയുന്നത് ശ്രീ PV അൻവർ, താങ്കൾ ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാട് തെറ്റാണ് എന്ന് പറയുമ്പോൾ അത് തന്നെയല്ലേ പാർട്ടിയും പറയുന്നത്. പാർട്ടി പറയുന്ന കാര്യം തന്നെ പാർട്ടി എന്ത് ചെയ്യുന്നു? പാർട്ടിയുടെ നേതാക്കന്മാർ പത്രസമ്മേളനത്തിലൂടെ പറയുന്ന കാര്യം
അദ്ദേഹം വ്യക്തിപരമായി അദ്ദേഹത്തോട് സംസാരിക്കാനായിട്ട് അദ്ദേഹം പത്രസമ്മേളനം നടത്തി തുടങ്ങിയതിന് ശേഷം അദ്ദേഹത്തോട് വ്യക്തിപരമായി സംസാരിക്കാനായിട്ടൊരു ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് ആ ഒരു സ്പേസ് ഉള്ളതുകൊണ്ട് ആ സ്പേസിനെ ഞാൻ ഉപയോഗിച്ചിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു. അതല്ലാതെ ഞാൻ മുന്നണിക്ക് വേണ്ടി സംസാരിക്കാനല്ല പോയത്.